2018 ജൂലൈ മാസം തൊടുപുഴയിൽ നിന്ന് ചേലച്ചൂടിലേക്ക് നീണ്ടുകിടക്കുന്ന മലയോര പാതയിലെ കമ്പകക്കാനം. കവലയിൽ നിന്ന് 1/2 കിലോമീറ്ററോളം പോയാൽ വിശാലമായ റബ്ബർ തോട്ടങ്ങൾക്ക് നടുവിൽ ഒരു വീടുണ്ട്. കാനാട് കൃഷ്ണൻ എന്ന വ്യക്തിയും കുടുംബവും അവിടെയാണ് താമസം. ദിവസങ്ങളായി ആ വീട്ടിൽ ആളനക്കം കാണുന്നില്ല. കോളേജിൽ പഠിക്കുന്ന ആർഷയും സ്കൂൾ വിദ്യാർത്ഥിയായ അർജുനും ക്ലാസ്സിൽ പോയിട്ട് പോലുമില്ല. ചില മന്ത്രവാദങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും എല്ലാവർക്കും എത്താവുന്ന ഒരു വീടല്ല അത്. പോരാത്തതിന് കൃഷ്ണന്റെ 4 സഹോദരന്മാരോടും കാലങ്ങളായി കലഹിച്ചാണ് ഇയാൾ കഴിയുന്നത്. എന്നിരുന്നാലും സംശയത്തിന്റെ പുറത്ത് വഴക്കെല്ലാം മറന്ന് ഒന്ന് തിരയാമെന്ന സഹോദരൻ തീരുമാനിച്ചു. കാരണം ആടും കോഴിയും എല്ലാം ഉള്ളൊരു വീടാണ്. അവറ്റകളെ ഇട്ട് ഇത്ര ദിവസം മാറി നിൽക്കാനുള്ള ഒരു സാധ്യതയുമില്ല. സഹോദരൻ വീട്ടുമുറ്റത്തെത്തി. തിരച്ചിൽ നടത്തിയെങ്കിലും വീട്ടിൽ ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഞെട്ടിക്കുന്നൊരു സംഭവമുണ്ടായി. പടർന്നു പിടിക്കുന്ന ചോരയുടെ മണം. കാളിയാറിൽ നിന്ന് പോലീസ് എത്തി. മുൻവശത്തെ വാതിൽ വഴി അകത്ത് കടന്നപ്പോൾ തറ മൂടിയ നിലയിൽ തളം കെട്ടിക്കിടക്കുന്നുണ്ട് ചോര. ചുവരിലും ചോര ചിതറിക്കിടക്കുന്നു. അടുക്കള മുതൽ കിടപ്പുമുറി വരെ പടർന്നു കിടക്കുന്ന രക്തപ്പാടുകൾ. പിൻവശത്ത് ആടുകളും കോഴികളുമുണ്ട്. പക്ഷെ വീട്ടുകാരെ ആരെയും അവിടെ കാണാനില്ല. ഇവയെ ഉപേക്ഷിച്ച് അവരെവിടെ പോകാനാണ്? എല്ലാവരുടെയും ഫോണുകളും ആ വീട്ടിൽ തന്നെയുണ്ട്. ഉടനെ കൂടുതൽ പോലീസ് സംഘത്തെ എത്തിച്ചു. പറമ്പിലും പരിസരത്തുമായി പരിശോധന ആരംഭിച്ചു. വീടിന്റെ പിൻഭാഗത്തുള്ള ആട്ടും കൂടിന്റെ അടിയിൽ ഏകദേശം 4 അടി വലിപ്പത്തിൽ പുതുമണ്ണ് കണ്ടതോടെ ഒരു സംശയം. ആളെ എത്തിച്ചു. കുഴിയെടുത്തു. 3 അടിയിലേറെ താഴ്ചയില്ലാത്ത ആ കുഴിയിൽ വളച്ചൊടിച്ച് ഒതുക്കിയ നിലയിൽ കണ്ടെത്തിയത് 4 മൃതദേഹങ്ങളാണ്. കാനാട് വീട്ടിൽ കൃഷ്ണൻ, മകൻ അർജുൻ, മകൾ ആർഷ, ഭാര്യ സുശീല. അവിടെ നിന്നങ്ങോട്ട് കമ്പകക്കാനത്തിനും കേരളത്തിനും വിശ്വസിക്കാനാകാത്ത ഒരു കഥയുടെ കെട്ടഴിയുകയായിരുന്നു. ജൂലൈ 29 സംഭവങ്ങളുടെ തുടക്കം. രാത്രി സാമാന്യത്തിലധികം ഇരുട്ട് പരക്കുന്ന തോട്ടത്തിനകത്താണ് കാനാട് കൃഷ്ണന്റെ വീട്. രാത്രി 12 മണി പിന്നിട്ടതിന് പിന്നാലെ പുറത്തുനിന്ന് ആടിന്റെ കരച്ചിൽ കേൾക്കാൻ ആരംഭിച്ചു. അസഹനീയമായ രീതിയിലേക്ക് അത് മാറിയതോടുകൂടി അടുക്കള വാതിൽ തുറന്ന് കൃഷ്ണൻ പതിയെ പുറത്തേക്കിറങ്ങി. ഏകദേശം 6 അടിക്കടുത്ത് ഉയരവും അതിനേക്കാൾ വലിപ്പമുള്ള ശരീരവുമായിരുന്നു കൃഷ്ണന്റേത്. കറണ്ട് കട്ടായി എന്ന് മനസ്സിലായതോടുകൂടി കയ്യിലെ ടോർച്ച് മാത്രമായിരുന്നു വെളിച്ചത്തിന് ആകെ ഉണ്ടായിരുന്ന ആശ്വാസം. പക്ഷേ പ്രതീക്ഷിക്കാതെ മുഖത്തേക്ക് ആദ്യം ഒരു അടിയെത്തി. പിന്നാലെ തലയിലും പുറത്തും അടിയേറ്റു കൃഷ്ണൻ നിലത്ത് വീണു. ഭർത്താവ് വീഴുന്ന ശബ്ദം കേട്ട് പിന്നാലെ ഓടിയെത്തിയതാണ് ഭാര്യ സുശീല. പക്ഷെ അവരും സമാനമായ രീതിയിൽ അക്രമത്തിനിരയായി വീണു. പുറത്തുനിന്ന് കേട്ട അപ്രതീക്ഷിതമായ ശബ്ദം ആർഷയെ അവിടേക്ക് എത്തിച്ചു. ആരോ ഇരുട്ടിൽ നിന്ന് കടന്നു പിടിച്ചു. നിലവിളിക്കാൻ ശ്രമിക്കും മുമ്പ് തന്നെ ആ വായിൽ ആരോ പൊത്തിപ്പിടിക്കുന്നുണ്ട്. കയ്യിൽ ആഞ്ഞു കടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. കുതിറി മാറുന്നതിനിടയിൽ തലയ്ക്ക് പിന്നിലേക്ക് ശക്തമായൊരടി കിട്ടി. നിലത്ത് പിടഞ്ഞു വീണു. പുറത്ത് ചവിട്ടിയും അടിച്ചും ആരോ പക തീർക്കുന്ന പോലെ ആഞ്ഞടിച്ചുകൊണ്ട് ആ മരണം അവർ ഉറപ്പാക്കി. മുറിക്കുള്ളിൽ കിടന്നുറങ്ങുകയായിരുന്നു അർജുൻ എന്ന 17-കാരൻ. അവിടെയിട്ട് അടിച്ചവശനാക്കി. പിന്നീട് 4 പേരെയും ഹാളിനകത്തേക്ക് വലിച്ചിഴച്ചെത്തിച്ചു. വീടിന്റെ വശങ്ങളിൽ ഉണ്ടായിരുന്ന ഇരുമ്പ് ദണ്ട് അവർ കണ്ടെത്തി. അതുപയോഗിച്ച് ആ 4 പേരെയും അടിച്ച് ചോര വരുത്തി. കൊലയ്ക്ക് ശേഷം മടങ്ങിയ സംഘം പിറ്റേന്ന് രാത്രി വീണ്ടും അവിടെ എത്തി. അപ്രതീക്ഷിതമായൊരു സംഭവം സംഭവിച്ചിരുന്നു. കാരണം 17 വയസ്സുള്ള അർജുൻ മരിച്ചിട്ടില്ല. ഇപ്പോഴും ജീവനോടുകൂടി ചുമരിൽ ചാരിയിരിക്കുന്നുണ്ട്. ഇത് മനസ്സിലായതോടെ ആ വീട്ടിൽ നിന്ന് തന്നെ ഒരു ചുറ്റിക കണ്ടെത്തി. അതുകൊണ്ട് അർജുന്റെ തലയ്ക്കടിച്ച് തലച്ചോറ് പൊട്ടിച്ച് മരണമുറപ്പാക്കി. സംശയങ്ങൾക്ക് ഇടവരാതിരിക്കാൻ ആട്ടും കൂടിന്റെ അടിയിൽ ഒരു സ്ഥലം കണ്ടെത്തി കുഴിച്ചിട്ടു. ശേഷം പ്രതികൾ വീടിന്റെ അകത്തേക്കെത്തി സോപ്പും ഷാമ്പുവും ഉപയോഗിച്ച് കുളിച്ചു. വീടിന്റെ ഭിത്തി കഴുകി വൃത്തിയാക്കി. മോഷണത്തിന് വേണ്ടി നടത്തിയ കൊലപാതകമെന്നാണ് ആദ്യഘട്ടം മുതൽ തന്നെ സംശയിച്ചത്. വീട്ടിൽ നിന്ന് 10,000 രൂപയും സ്വർണവും കവർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. വീടിനകത്ത് കൃഷ്ണൻ തന്നെ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്നു. അതിൽ നിന്ന് തന്നെ
ഏത് സമയവും ഒരു അക്രമം ഉണ്ടാകാം എന്ന് കൃഷ്ണൻ പ്രതീക്ഷിച്ചിരുന്നതായും പോലീസിന് സൂചന ലഭിച്ചു. പിന്നാലെ സൈബർ പോലീസിന്റെ സഹായം തേടി. രാത്രി ഏകദേശം 11:30 വരെ ആർഷ ഫോൺ ഉപയോഗിച്ചിരുന്നു എന്ന് കണ്ടെത്തി. പക്ഷേ സുഹൃത്തുക്കളിൽ നിന്നോ അടുത്ത പരിചയക്കാരിൽ നിന്നോ ചാറ്റ് ചെയ്തവരിൽ നിന്നോ യാതൊരുവിധ വിവരവും ലഭിച്ചില്ല. ഇതിനുശേഷം പ്രദേശത്ത് പുറത്തു നിന്നുള്ള നമ്പറുകൾ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ചതും നിരാശയിലേക്കാണ് അവസാനിച്ചത്. പിന്നെ ആരാണ്? കൃഷ്ണനുമായി അടുത്തു നിന്നവരിലേക്ക് അന്വേഷണം നീണ്ടു. തലസ്ഥാന നഗരത്തിൽ കള്ളനോട്ടിടപാടുകാരൻ മുതൽ എറണാകുളത്തെ രത്നവ്യാപാരി വരെ ചോദ്യം ചെയ്യപ്പെട്ടു. ഇടുക്കി ജില്ലയിലെ പോലീസ് സംവിധാനങ്ങൾ ഒന്നടങ്കം കമ്പകക്കാനം കൂട്ടക്കൊലപാതകത്തിന് പിന്നിൽ അണിനിരന്ന ഗ്രൂപ്പായി അന്വേഷണം ആരംഭിച്ചു. ആഴ്ചകൾ പിന്നിട്ടു, ദിവസങ്ങൾ പിന്നിട്ടു, മണിക്കൂറുകൾ പിന്നിട്ടതിന് പിന്നാലെ പോലീസ് പ്രതികളെ പിടിച്ചു എന്ന് വെളിപ്പെടുത്തൽ വന്നു. തൊടുപുഴ DYSP ഓഫീസിൽ കൊലപാതകം നടത്തിയ പ്രതികളെ എത്തിച്ചു. 2 പേർ. അടിമാലി കൊരങ്ങാട്ടി സ്വദേശി തേവർക്കുഴിയിൽ അനീഷും സുഹൃത്ത് തൊടുപുഴ സ്വദേശി ലിബീഷും. അനീഷിന് ദീർഘനാളായി കൃഷ്ണന്റെ ശിഷ്യനായിരുന്നു. മന്ത്രവാദം പഠിച്ചതും പയറ്റുന്നതും അവിടെ നിന്നാണ്. കുറച്ചു കാലം മുമ്പ് സ്വന്തമായി ക്രിയകൾ ചെയ്യുന്നതിലേക്കും അയാൾ നീങ്ങി. പക്ഷേ ഫലസിദ്ധി ഉണ്ടാകുന്നില്ല. പ്രശ്നത്തിന് കാരണം പഴയ ആശാനാണെന്നും അനീഷിന്റെ ശക്തികൾ അയാൾ കൈയടക്കിയിരിക്കുകയാണെന്നും അയാളുടെ കൈവശമുള്ള താളിയോല ഗ്രന്ഥങ്ങൾ കൈയടക്കാതെ വേറെ വഴിയില്ല എന്നും ഇയാൾ ചിന്തിച്ചെടുക്കുന്നു. ആശാനെ കൊന്ന് ശക്തി നേടാൻ അനീഷ് 6 മാസം നീണ്ട പദ്ധതി തയ്യാറാക്കി. സഹായിയായി കൂടെ ജോലി ചെയ്യുന്ന ലിബീഷിനെയും കണ്ടെത്തി. കൊലയ്ക്ക് ശേഷം കൃഷ്ണന്റെ വീട്ടിലുള്ള ലക്ഷങ്ങളുടെ സ്വർണവും പണവും ലിബീഷ് നൽകാം എന്നതായിരുന്നു വാഗ്ദാനം. സംഭവ ദിവസം രാത്രി 12 മണിവരെ മൂലമറ്റത്ത് സമയം ചെലവിട്ടു. ശേഷം മദ്യവും കഞ്ചാവും ഉപയോഗിച്ച് കൊലയ്ക്ക് തയ്യാറെടുത്തു. ക്രൂരമായ കൊലപാതകം നടത്തി. പ്രതികൾ കൃഷ്ണനെയും അർജുനെയും കുഴിച്ചിടുമ്പോൾ ഇവർ മരിച്ചിരുന്നില്ല എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാക്കുന്നത്. കാരണം ഇരുവരുടെയും ശ്വാസകോശത്തിൽ മണ്ണിന്റെ അംശം കണ്ടെത്തിയിരുന്നു. കൊലയ്ക്ക് കാരണമായ സംശയം തന്നെ കൂടോത്രവും മന്ത്രവാദവുമാണ് എന്ന വസ്തുത കോടതിയെ പോലും ഞെട്ടിച്ചു. ഇരുവരെയും സമ്മർദ്ദത്തിലാക്കിയതിന് പിന്നിൽ അടിമാലിയിലെ റിയൽ എസ്റ്റേറ്റ് സംഘവുമുണ്ട് എന്ന സംശയവും വന്നു. പക്ഷേ അന്വേഷണത്തിൽ അത് വേണ്ടത്ര രീതിയിൽ മുന്നോട്ട് പോയില്ല. തെളിവുകളുടെയും കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ കോടതി ജീവപര്യന്തം ശിക്ഷിച്ചെങ്കിലും ആ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കും മുമ്പേ പ്രതികൾ വിധിക്ക് കീഴടങ്ങി. ക്രൈം ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.